ചിരിച്ചേട്ടൻ്റെ അച്ഛമ്മ ഉണ്ട് ഇതില്. അപ്പം അച്ഛമ്മയുടെ കൂടെയുള്ള ആ ഒരു അഭിനയം അല്ലെങ്കിൽ ആ ഒരു സമയം എങ്ങനെ ഉണ്ടായിരുന്നു? എന്റർടൈൻമെന്റ് ആയിരുന്നു. പുള്ളിക്കാരി ഭയങ്കര സ്മാർട്ടാണ്, സംസാരിച്ചപ്പം നമുക്ക് മനസ്സിലായി. അപ്പം രണ്ടുപേരുടെ കൂടെ ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നത്. നല്ല നന്നായിരുന്നു മോളെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു? കാരണം നല്ല പ്രായമുള്ള ഒരു അമ്മയാണ്. ഫീൽ ചെയ്തില്ല. സൗദി വെള്ളക്ക എന്ന് പറഞ്ഞ സിനിമയിലെ നായികയായിട്ടുള്ള ഉമ്മയുണ്ടല്ലോ, ഉമ്മ ശരിക്കും ഉമ്മയ്ക്ക് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന ഇയർ ബാലൻസിന്റെ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പൊ സൗണ്ട് ഒക്കെ കേട്ടാലൊക്കെ പ്രശ്നം. അപ്പൊ നമ്മളിങ്ങനെ അനക്കാതെ പിടിക്കാതെ സൗണ്ട് കേൾപ്പിക്കാതെ അങ്ങനെയാ കൊണ്ടു നടക്കുന്നത്. ഈ അമ്മമ്മയ്ക്ക് ഒരു പ്രശ്നമില്ല, നല്ല നമ്മളെക്കാളും സ്പീഡിൽ നടന്ന് ഓടി ഭയങ്കര. എനിക്ക് പറയാനുള്ളൊരു കാര്യം, ചേച്ചിയുടെ ഒരു ഫോട്ടോഷൂട്ട് ഒരു അല്ലേ നമ്മള് ഇപ്പൊ പറയുന്ന വെച്ചാൽ നമ്മള് ഏജ് നോക്കുമ്പോ പറയുന്ന കേട്ടോ, അത് വയസ്സ് എത്രയെന്ന് ചോദിക്കുമ്പം നമുക്ക് ആ ഒരു ഫോട്ടോഷൂട്ട് അല്ല പെട്ടെന്ന് ഇപ്പൊ ട്രെൻഡിങ് ആയ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ, പെട്ടെന്ന് ട്രെൻഡിങ് സാരി എടുത്തിട്ടുള്ള അത് ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പൊ അതുപോലെ ഓരോ ആൾക്കാരുടെ ഉള്ളിൽ ചെല്ലുമ്പോഴാണ് നമ്മളൊരു കലാകാരനുണ്ടെന്ന് മനസ്സിലാവും. അപ്പം പ്രശാന്ത് ഏട്ടനെ ഇപ്പൊ പറയുമ്പോ ഏറ്റവും വലിയ ഉദാഹരണമാണ് അതെന്ന് പറയുന്നത്. ചെറിയ റോളിൽ നിന്നും വലിയൊരു നായകനാവുന്നത് ഒരു വലിയ സന്തോഷമില്ല ഇതില്. സന്തോഷം കാണിക്കണം വേണ്ടെന്നുള്ള കൺഫ്യൂഷൻ. 28-ാം തീയതിയാണോ പ്രകടിപ്പിക്കുന്നത്? 28-ാം തീയതിയാണ് അതിന്റെ വിധി. എല്ലാവരും പറയുന്ന പോലെ വെള്ളിയാഴ്ച വിധി എഴുതുന്നു പറയുന്ന പോലെ തന്നെ 28-ാം തീയതി വ്യാഴാഴ്ച. എല്ലാവരും മനസ്സ് വെച്ചാൽ ഞങ്ങളത് പ്രകടിപ്പിക്കും. എന്റെ വിധി വ്യാഴാഴ്ച. അല്ല, അത് ആളുകൾ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. നമ്മളിപ്പം എന്ത് തലകുർത്തി മറിഞ്ഞ് ചെയ്തിട്ടും കാര്യമില്ല. അവരത് അക്സെപ്റ്റ് ചെയ്യാത്രത്തോളം കാലം അതിന് യാതൊരു വില ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എക്സൈറ്റഡ് ആവുന്നതിനകത്ത് പടം ഹിറ്റ് ആണെങ്കിൽ മാത്രം നമുക്ക് എക്സൈറ്റഡ് ആവാൻ സന്തോഷിക്കാനുള്ള അവകാശമുള്ളൂ. അല്ലാത്തടത്തോളം കാലം അതിനുള്ള അവകാശമില്ല. കാരണം നമ്മൾ എന്ത് കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അൾട്ടിമേറ്റ്ലി ഇതിനും ഈ പറയുന്ന സ്ക്രീനിനകത്ത് എന്ത് വരുന്നു എന്നുള്ളതാണ്. ഒരാളുടെ കഷ്ടപ്പാടാണ് ഒരു സിനിമ, ഒരാളുടെ അല്ല ഒരു കൂട്ടം ആൾക്കാരുടെ. പക്ഷെ റെസ്പോൺസിബിലിറ്റി പറയുന്ന പോലെ ഒരു നടൻ എന്ന രീതിയിൽ പ്രശാന്തൻ ഉണ്ടാവും. നന്നാക്കണം ക്യാരക്ടർ, ഈ ഒരു ക്യാരക്ടർ അത്രയും എത്തിക്കണം. അതെ, എത്തിക്കണം, ആ സ്ട്രീം ലെവലിൽ എത്തിക്കണം. നമ്മൾ അതിനുവേണ്ടി കഷ്ടപ്പെടണം. അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിലല്ലോ. പിന്നെ പബ്ലിസിറ്റി, എഡിറ്റിംഗ്, മ്യൂസിക്, സാധനങ്ങൾ, ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതെല്ലാം ആളുകൾക്ക് ഇഷ്ടപ്പെടണം. എനിക്ക് മനസ്സിലാക്കാൻ പറ്റും മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതില് അഭിനയിച്ചിട്ടുള്ളവർ പോട്ടെ, പ്രൊഡ്യൂസർ ആവട്ടെ, ഡയറക്ടർ ആവട്ടെ, മ്യൂസിക് ചെയ്തവർ എല്ലാവരും എന്റർടൈൻമെന്റോട് എന്നോട് സംസാരിച്ചത് കാണണം അത്രയും അടിപൊളിയായിട്ട്. പണ്ടുള്ള മൂവി ആയിട്ട് നമുക്ക് ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ സെയിം ആണെന്നാണ് പറയുന്നത്. ഉർവശി ചേച്ചി അഭിനയിച്ചിട്ടുള്ള കാലഘട്ടത്തിലെ മൂവി വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി എന്റർടൈൻമെന്റ് തരുന്നു എന്ന് പറയുന്നത്. അപ്പൊ അത് ശരിയായിട്ടൊരു കാര്യമാണോ? എന്റർടൈൻമെന്റ് അത്രയും എക്സ്ട്രീം ലെവൽ ഉണ്ടോ? എക്സ്ട്രീം ലെവൽ എന്റർടൈൻമെന്റ് ആ ഒരു അതെ, ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദി പീപ്പിൾ. അത്ര ഒരു ഇത് അങ്ങനെയുള്ള പടങ്ങളുമായിട്ട് നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല. അത് ഭയങ്കര ലെജൻഡുകളാണ്. അവരുടെ ഒരു സാധനങ്ങളും അതിന് അവർ ചെയ്യുന്ന ഒരു സീനിനകത്ത് തന്നെ ഒരുപാട് അർത്ഥങ്ങളുണ്ടാവും. നമുക്ക് അങ്ങനെ ഭയങ്കര ഒരു സംഭവമല്ല. പക്ഷെ എന്നാലും ഇതൊരു എന്റർടൈനർ ആണ്. ഇതൊരു ഒരു കുറച്ചുകൂടെ ഒരു മോഡേൺ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര പഴയതല്ലാതെ എന്നാലൊരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു പടമാണ് ഇത്. എല്ലാവരിലേക്കും ഒരു മെസ്സേജ് ആയിട്ട് എത്തും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണല്ലേ? മെസ്സേജ് എന്ന് പറയുമ്പോഴും ഇതിനകത്ത് കുറച്ചുകൂടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള, ഈ പറയുന്ന ബ്രിഗേഷിന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അതിനകത്തേക്ക് എത്രമാത്രം മെസ്സേജ് എന്നുള്ള ലെവലിലേക്ക് അത് വരും എന്നറിയില്ല. മെസ്സേജ് പക്ഷെ അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പടമാണ്. അതൊരു ഈ ഒരു കാലഘട്ടത്തോടു കൂടി കഴിഞ്ഞതായിരിക്കും. ഇനിയുള്ള ജനറേഷൻ അങ്ങനെ കല്യാണം കഴിച്ചാലേ ജീവിക്കാൻ പറ്റൂ അങ്ങനെയുള്ള ഒരു സാധനം ഇനി ഉണ്ടാവില്ല. അവർക്ക് എപ്പോ കല്യാണം കഴിക്കണം തോന്നും, അത്യാവശ്യമാണെങ്കിൽ വേണമെങ്കിൽ. പക്ഷേ ഇത് വടകരക്കാർക്കും ആ ഏരിയയിലോട്ടുള്ള ഇപ്പൊ കറന്റ്ലി ഉള്ള ഒരു വലിയ ഇഷ്യൂ ആണ്. ഇപ്പം ചില ആൾക്കാർക്കൊന്നും അറിയില്ല അവിടെ ഇങ്ങനെ അങ്ങനെയാണ്. ഒരു ആണിന് ഒരു പെണ്ണിന് 3 ആണ്. അതാണ് അങ്ങനത്തെ ഒരു കൾച്ചറാണെന്ന് അധികം അങ്ങനെ അങ്ങനത്തെ ഒരു കാര്യമാണെന്ന് ആർക്കും അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് കുട്ടികൾ കുറവാണ് ഇപ്പൊ, മനസ്സിലായോ? അല്ല, ഞാൻ ഉദ്ദേശിച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പം അവിടുന്ന് ഇപ്പൊ വേറെ കല്യാണം കഴിക്കുന്നെന്ന് പറഞ്ഞു, വേറെ സ്ഥലത്ത് പോയി പൈസ കൊടുത്ത് കല്യാണം കഴിക്കുന്നെന്ന് പറഞ്ഞപ്പോ അങ്ങനെയാണെന്ന് കൾച്ചറാണെന്ന് അറിയില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ പോയി അല്ല, തെറ്റിദ്ധാരണ. പൊതുവെ ഇപ്പൊ പെൺകുട്ടികൾ കുറവാണ്, ആണുങ്ങളാണ് കൂടുതൽ. ഒരു പ്രശ്നമാണ്. പിന്നെ എല്ലാവർക്കും നല്ല പഠിപ്പായി, സ്വന്തം കാലം നിൽക്കാനായി, അവർക്കും എന്താ പറയാ ഇഷ്ടങ്ങള് അങ്ങനെയൊക്കെ വന്നത് കൊണ്ട് ആണുങ്ങള് പെട്ടു.
കോമ്പറ്റേറ്റീവ് സാധാരണക്കാരുടെ അല്ലെങ്കിൽ നടപടി സിനിമയാണ്. ഇല്ല. ചുരുക്കി പറഞ്ഞത് സാധാരണക്കാരുടെ സിനിമയാണ്. അതെ അതെ സാധാരണ ഇത് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ ഈ സിനിമ. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ, അവിടെയുള്ള ആൾക്കാർ ഇങ്ങനെയാണെന്നൊന്നും ആർക്കും അറിയില്ലല്ലോ. അവിടെ മാത്രമല്ല ഇപ്പൊ ഇവിടെയൊക്കെ ഉണ്ട് ഉണ്ട്. കല്യാണം കഴിക്കാത്ത ആണുങ്ങള്. ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊരു എന്താണ് മറുപടിയാണോ ഈ സിനിമ? മറുപടി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് അവരെയൊക്കെ റിപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളത്. അതെ. അല്ലാതെ ഇതൊരു സൊല്യൂഷൻ കൊടുക്കാൻ അല്ല സൊല്യൂഷൻ solution അല്ലല്ലോ. അല്ല. സൊല്യൂഷൻ ഇല്ല. നമ്മള് പുറത്തോട്ട് ഇറങ്ങുമ്പോ തന്നെ ചോദിക്കും കല്യാണമൊന്നും ആയില്ലേ, കല്യാണം ചോദിക്കുന്ന ആൾക്കാർക്ക് ഒരു അത് അതൊക്കെ തന്നെ മറുപടിയാണല്ലോ. ഇവരും കേൾക്കുന്നുണ്ട്. പിന്നെ ഒരു ഏജ് കഴിയുമ്പോ പിന്നെ അവര് നമ്മളുടെ ചോദ്യവും നിൽക്കും. അവർക്ക് അങ്ങനെയുള്ള ആഗ്രഹം അല്ല, ഉണ്ടാവും. ഈ സിനിമ ഇറങ്ങുമ്പോ പ്രഷർക്ക് അറിയാനുള്ള താല്പര്യമാണ്. പ്രശ്നം തട്ടം മാരീഡ് ആണോ? രണ്ട് പിള്ളേരുടെ അതുകൊണ്ട് മാരീഡ് ആണെന്നാണ് പറഞ്ഞത്. അപ്പം ഈ സിനിമ ഒരു വലിയ വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. വളരെ